മൂന്നാം 2020 കിരീടം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം. അതിൽ നിന്നും PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം. 2026 2020 ലോകകപ്പ് കിരീടം നേടിയ ടീം ആരാണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. 2026 2020 ലോകകപ്പ് കിരീടം നേടിയ ടീം ഏതാണ്? ഇന്ത്യയാണ്. ആരെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്? ന്യൂസിലൻഡിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ആരെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്? ന്യൂസിലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ വിജയ കിരീടം ചൂടിയിരിക്കുന്നത്. എത്ര റൺസിനാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്? എത്ര റൺസിനാണ്? 96 റൺസിനാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഓക്കെ ആണല്ലോ. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയുടെ മൂന്നാം കിരീടം. എത്രാമത്തെ കിരീടമാണ്? മൂന്നാം കിരീടമാണിത്. കണ്ടോ? 2007, 2024, 2026. കണ്ടോ? ഏറ്റവും കൂടുതൽ 2020 കിരീടമുള്ള ടീമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ടീം ഇന്ത്യ. കണ്ടോ? 3 2020 കിരീടമാണ് ഇന്ത്യക്കുള്ളത്. ഏറ്റവും കൂടുതൽ T20 കിരീടം നേടിയ ടീമായി ഇന്ത്യ എന്ത് ചെയ്തിരിക്കുകയാണ്? മാറിയിരിക്കുകയാണ്. കളിയിലെ താരം, മാൻ ഓഫ് ദി മാച്ചായി മാറിയിരിക്കുന്നത് 4 വിക്കറ്റുകൾ ഇട്ട് ആരാണ്? ജാസ്പ്രീത് ബുംറയാണ് മാൻ ഓഫ് ദി മാച്ച്. ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു? ജാസ്പ്രീത് ബുംറയായിരുന്നു. എത്ര വിക്കറ്റാണ് ഇട്ടത്? 4 വിക്കറ്റാണ് ബുംറ കരസ്ഥമാക്കിയത് അല്ലെ. ടൂർണമെന്റിലെ താരം, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അല്ലെങ്കിൽ മാൻ ഓഫ് ദി സീരീസ് എന്നൊക്കെ പറയും. ആരായിരുന്നു? സഞ്ജു സാംസൺ ആണ്. കണ്ടോ? നമ്മുടെ മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ ആണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി തിരഞ്ഞെടുത്തത്. ഓക്കെ. ഫൈനലിന് വേദിയായത് 2023 നമുക്കറിയാം ODI വേൾഡ് കപ്പ് നമ്മൾ പരാജയപ്പെട്ട അതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ T20 വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. ഏതാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം. എവിടെയാണ്? അഹമ്മദാബാദ്. എവിടെയാണ്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു ഫൈനൽ മാച്ച് നടക്കുകയുണ്ടായിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ, ഈ 2020 ലോകകപ്പ് എടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? സൂര്യകുമാർ യാദവ് ആണ്. കണ്ടോ? അപ്പൊ വേൾഡ് കപ്പ് എടുത്ത ക്യാപ്റ്റന്മാരുടെ എലൈറ്റ് ലിസ്റ്റിലേക്ക് ആരൂടെ വന്നിരിക്കുന്നു? സൂര്യകുമാർ യാദവ് കൂടെ വന്നിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ആദ്യ 2020 ലോകകപ്പ് കിരീടം നേടിയ ക്യാപ്റ്റൻ ആരായിരുന്നു? മഹേന്ദ്ര സിംഗ് ധോനി ആയിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് 2024 T20 കിരീടം നേടിയ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മയായിരുന്നു. 2026 ഇപ്പോൾ T20 കിരീടം നേടിയിരിക്കുന്ന ആരാണ്? സൂര്യകുമാർ യാദവ് ആണ് അല്ലെ. ഇന്ത്യൻ കോച്ച് ആരായിരുന്നു? ഗൗതം ഗംഭീർ. ഗൗതം ഗംഭീർ ആണ് ഇന്ത്യൻ കോച്ച്. ഗൗതം ഗംഭീറിന് ഒരു പ്രത്യേകതയുണ്ട്. 2007 ലോകകപ്പിലെ പ്ലെയറും അതുപോലെ തന്നെ 2026 കോച്ചുമാണ്. കണ്ടോ? അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. 2007 ലോകകപ്പിലെ ടീം അംഗമായിരുന്നു ഗൗതം ഗംഭീർ. ആ ഗൗതം ഗംഭീറാണ് 2026 ലോകകപ്പ് നേടിയെടുത്ത ടീം കോച്ച്, ഹെഡ് കോച്ച്. ഓക്കെ ആണല്ലോ. 2020 ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമാണ് ഇന്ത്യ. കണ്ടോ? അപ്പൊ ഇന്ത്യ അല്ലാതെ ഇതിനു മുമ്പും പല ടീമുകൾക്കും 2020 ലോകകപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലും ആവർത്തിച്ച് അടുപ്പിച്ചടുപ്പിച്ച് നടക്കുന്ന ലോകകപ്പ് കിരീടം നേടിയ ഏക ടീം, 2020 ലോകകപ്പ് കിരീടം നേടിയ ഏക ടീമാണ് ഇന്ത്യ അല്ലെ. ഇന്ത്യ അല്ലാതെ ഇന്ത്യക്ക് താഴെ പിന്നെ ഏതൊക്കെ ടീമാണ്? വെസ്റ്റ് ഇൻഡീസ്. വെസ്റ്റ് ഇൻഡീസ് 2 കിരീടം നേടിയിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസ് 2 കിരീടം നേടിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ 2 T20 കിരീടം നേടിയിട്ടുള്ള ടീമാണ്. ഓക്കെ ആണല്ലോ. ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം, നമ്മുടെ മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ആര്? സഞ്ജു സാംസൺ അല്ലെ. ഈ ലോകകപ്പിന് മുമ്പ് നടന്ന ന്യൂസിലൻഡ് പരമ്പരയിൽ 5 കളികളിൽ നിന്ന് 1 കളി പോലും തിളങ്ങാനാവാതെ നിരാശയുടെ പടുകുഴിയിലേക്ക് പോയ സഞ്ജു സാംസൺ അല്ലെ, എന്താണ് പറയുന്നത്, സൂപ്പർ 8 മത്സരത്തിൽ അപാരമായ രീതിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തി ഇന്ത്യൻ ടീമിനെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു താരം എന്നുള്ള ലേബലിലേക്ക് മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. സൂപ്പർ 8 മത്സരത്തിൽ വിജയിച്ചാൽ മാത്രം സെമി ഫൈനലിലേക്ക് കടക്കുമെന്ന് ഉറപ്പുള്ള മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസ് സ്കോർ ചെയ്ത് ടീം ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് എത്തിക്കുകയുണ്ടായി. അത് മാത്രമല്ല
89 റൺസ് എടുത്ത് ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിലും മികച്ച ഒരു പെർഫോമൻസ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചു. ഫൈനൽ മത്സരത്തിലാണെങ്കിലും ദാണ്ട് നോക്കാം നമുക്ക്. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകുന്ന ആദ്യ മലയാളി താരമാണ് ആര്? സഞ്ജു സാംസൺ അല്ലെ. ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം ആണ് ആര്? സഞ്ജു സാംസൺ. ആകെ നേടിയത് വെറും 5 ഇന്നിങ്സ് മാത്രമാണ് സഞ്ജു സാംസൺ കളിക്കാനായത്. ആ 5 ഇന്നിങ്സിൽ നിന്ന് 321 റൺസാണ് സഞ്ജു സാംസൺ നേടുകേണ്ടത്. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉയർന്ന റൺസ് നേടിയിരുന്നത് ഇതിനു മുമ്പ് ആരായിരുന്നു? വിരാട് കോഹ്ലി ആയിരുന്നു. വിരാട് കോഹ്ലി എത്ര റൺസാണ് നേടിയത്? 319 റൺസ് ആയിരുന്നു നേടിയിരുന്നത്. ആ 319 എന്ന് പറയുന്ന റൺസ് വെറും 5 ഇന്നിങ്സുകളിൽ നിന്നും മറികടന്നിരിക്കുകയാണ് മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ. ലോകകപ്പിൽ തുടർച്ചയായ 3 മത്സരങ്ങളിൽ 80 റൺസിന് മുകളിൽ സ്കോർ ചെയ്യുന്ന രണ്ടാമത്തെ താരമാണ് ആര്? സഞ്ജു സാംസൺ. കണ്ടോ, ലോകകപ്പിൽ തുടർച്ചയായ 3 മത്സരങ്ങളിൽ 80 റൺസിന് മുകളിൽ സ്കോർ ചെയ്യുന്ന രണ്ടാമത്തെ താരം. മനസ്സിലായോ? ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ച താരം സഞ്ജു സാംസൺ ആണ്. കണ്ടോ, 24 6 ആണ് സഞ്ജു സാംസൺ വെറും 5 കളികളിൽ നിന്നായി നേടിയത്. 24 6 അല്ലെ. T20 ലോകകപ്പിന്റെ സെമിയിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന 3ാമത്തെ താരമാണ് ആര്? സഞ്ജു സാംസൺ അല്ലെ. ഇതിനു മുമ്പ് ആരൊക്കെയാണ് നേടിയത്? വിരാട് കോഹ്ലി നേടിയിട്ടുണ്ടായിരുന്നു 2014. പിന്നെ പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിയും എന്താണ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് അല്ലെ. എന്താണ് പറയുന്നത്? സെമി ഫൈനലിലും അതുപോലെ തന്നെ ഫൈനലിലും എന്താണ് അർദ്ധ സെഞ്ചുറി നേടുന്ന 3ാമത്തെ താരം അല്ലെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 2020 മത്സരത്തിൽ നിന്നും ലോകകപ്പിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളായിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. ഇതെല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഒരു കാര്യം കൂടെ പറയാം. ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഏറ്റുമുട്ടിയത് ന്യൂസിലൻഡിനെതിരെയാണ്. ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? മിച്ചൽ സാന്നർ ആയിരുന്നു. ആരായിരുന്നു? മിച്ചൽ സാന്നർ. ഓക്കെ, അതുകൂടെ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഇന്ത്യ അടുപ്പിച്ചടുപ്പിച്ച് 2 ICC ടൂർണമെന്റുകളിലാണ് ഇപ്പോൾ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പ് നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയും ന്യൂസിലൻഡുമായിരുന്നു ഫൈനലിലെത്തിയത്. അന്നും വിജയം ആർക്കൊപ്പമായിരുന്നു? ഇന്ത്യക്കൊപ്പമായിരുന്നു. ന്യൂസിലൻഡിനെ അന്ന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കപ്പ് ഉയർത്തിയത്. അപ്പൊ ഇതിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നവരെ ബൈ.